ഇന്നത്തെ വീഡിയോ മണി പ്ലാന്റ് ഇൻറ്റീരിയർ ഡിസൈനിങ്, മണി പ്ലാന്റ് ഇൻറ്റീരിയർ ആയിട്ട് എങ്ങനെ ഒരു പുതിയ ഡിസൈനിൽ വെക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു ചട്ടി വേണം, ഒരു ഉണങ്ങിയ തടിക്കഷ്ണം വേണം, കുറച്ച് കയറും വേണം. എന്നിട്ട് ആ തടിക്കഷ്ണത്തിൽ നമ്മൾ ഈ കയർ ഇങ്ങനെ ചുറ്റണം, കണ്ടോ, ചുറ്റി വെക്കണം. എന്നിട്ട് ഈ ചട്ടീൻ്റെ നടുക്കിലായിട്ട് ഈ ചുറ്റിയ തടിക്കഷ്ണം വയ്ക്കുക, കയർ ചുറ്റിയ തടിക്കഷ്ണം വെച്ച് അതിൻ്റെ ഉള്ളിൽ മണ്ണും ചാണകവും ചകിരിച്ചോറും സമാസമം എടുത്ത മിശ്രിതം നിറയ്ക്കണം. ഇതിന് ശേഷം മണി പ്ലാന്റ് കണ്ടോ, ഇങ്ങനെ ചെറിയ തൈകളായിട്ട്, അതായത് ഇതിൻ്റെ തണ്ടിൽ നിന്നും പൊട്ടിക്കിളിങ്ങ നമ്മൾ നോക്കിയെടുക്കണം. അപ്പം ഇതിന് ചുറ്റും ഇങ്ങനെ നമുക്ക് നട്ട് വയ്ക്കാം, അടുപ്പിച്ചടുപ്പിച്ച് നട്ട് വെക്കാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ വേരുറച്ച് കഴിയുമ്പോൾ ഇതിന് പതിയെ ഇതിൻ്റെ ഇതുണ്ടല്ലോ, കയറിനുള്ളിലോട്ട് ഇതിങ്ങനെ പറ്റിപ്പിടിച്ച് വളരും. മണി പ്ലാന്റ് ചെറിയ തൈകൾ ഞാൻ കാണിച്ചില്ലേ, അതിനെ നമ്മൾ ഇതിന് ചുറ്റും ഇങ്ങനെ നടുക. വേരുള്ള തൈകളാകുമ്പോൾ നന്നായി ഉറച്ചിരിക്കുവേ, പെട്ടെന്ന് പിടിക്കും, മണ്ണിൽ വാടിപ്പോവില്ല. ഇങ്ങനെ നമ്മൾ ഉറപ്പിക്കണം, ചുറ്റും നടണം, എങ്കിലേ നമുക്കതിൻ്റെ ആ ബുഷായിട്ടത് കിട്ടുകയുള്ളൂ. എനിക്കിവിടെ കുറേ തൈകളുണ്ട്, തണ്ടിൽ നിന്ന് ഞാൻ എടുത്ത തൈകളാണിത്. നമ്മളിങ്ങനെ ചെറിയ തൈകൾ ഇങ്ങനെ വട്ടത്തിൽ നടുക. ഇത് വളർന്ന് വരുമ്പോൾ കുറച്ച് ഒരു മാസത്തോളം എടുക്കും നന്നായിട്ട് ഇത് വളർന്ന് പിടിക്കാനായിട്ട്. വളർന്ന് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഈ ചെടി ഇതിനുള്ളിൽ ഈ കയറിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടാണിത് മുകളിലോട്ട് വളർന്നു വരിക. മണി പ്ലാന്റിൻ്റെ ഒരു പുതിയ രൂപം നമുക്കപ്പോൾ കിട്ടും. സാധാരണ നമ്മൾ ചുറ്റി വെക്കുന്ന മണി പ്ലാന്റുകളൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, അല്ലെ? ഇതിന് മുമ്പും ഞാൻ ഇങ്ങനെ മണി പ്ലാന്റ് ഇങ്ങനെ ഒരു ചട്ടിയിൽ ഞാൻ ഡിസൈൻ ചെയ്തിരുന്നു. അതിപ്പോൾ നന്നായി വളർന്നിട്ടുണ്ട്. നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും, കാരണം നല്ല ഭംഗിയാണത് കാണാൻ. മണി പ്ലാന്റ് വേരോടെ എടുക്കുമ്പോഴേ അതിങ്ങനെ വാടി പോകില്ല. അത് വേരോടെ നമ്മൾ നടുന്നത് കാരണം വാടില്ല. നമ്മൾ കെയർ കുറച്ച് കൊടുത്താൽ മതി മണി പ്ലാന്റിനത്. ആവശ്യത്തിന് വെള്ളം കൊടുക്കണം, തണലിൽ ഒരുപാട് വെയിൽ കൊണ്ട് ഇടാണ്ട് തണലിലൊക്കെ വെക്കണം. നമുക്ക് വീടിൻ്റെ പുറത്തും വയ്ക്കാം, വീടിനുള്ളിലും വയ്ക്കാം. ഇനി ബാക്കിയുള്ള നമ്മൾ നട്ട ചെടികളില്ലേ, അതും എന്താ പറയുക, ഈ കയറിലോട്ട് ഒട്ടിയാണ് കിളിക്കുന്നത്. ഇതിൻ്റെ തണ്ട് നമ്മൾ അങ്ങനെ ചേർത്താണ് വയ്ക്കുന്നത്. ഈ കയറിലോട്ട് ചേർന്ന് പിടിക്കും അതിൻ്റെ വേര്. ഇപ്പോഴാണ് അതിൻ്റെ ഭംഗി കണ്ടോ. സാധാരണ മണി പ്ലാന്റ് വെക്കുന്നത് പോലല്ല ഇത്, നല്ല ഭംഗിയാണ്. വേരുള്ളത് നമ്മൾ നടുന്നത് കാരണം വാടി പോകത്തില്ല, നല്ല ഊർജ്ജത്തോടെ അത് കിളിച്ച് വരികയും ചെയ്യും. ചെറിയ ചട്ടികളിലും ഞാൻ മണി പ്ലാന്റുകൾ തയ്യാറാക്കി വെച്ച് നിങ്ങൾക്ക് കാണാം. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, ഞാൻ വേറൊരു ചെടി എങ്ങനെ ചെയ്തിരുന്നു എന്ന്. ഇങ്ങനെ കയറ് ഈ തടിയിൽ ചുറ്റിയിട്ട് അങ്ങനെ ചെയ്തൊരു മണി പ്ലാന്റാണ് ഇത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ, നല്ല ആരോഗ്യത്തോടെ വളരും. പിന്നെ ഇങ്ങനെ ചെറിയ ചട്ടികളിൽ നമുക്ക് മണി പ്ലാന്റ് നട്ടിട്ട് നമുക്ക് ടീപ്പോയുടെ മുകളിലൊക്കെ ഡിസൈൻ ചെയ്യാം. ഇതൊരു CD-യുടെ കവറായിരുന്നു, കണ്ടോ, ഇതിൽ നട്ടിരിക്കുന്നത് കണ്ടോ, ചെറിയ മണി പ്ലാന്റ് ഇങ്ങനെ ഭംഗിയായിട്ട് കിളിച്ച് നിൽക്കും. നന്നായിട്ടില്ലേ?